നമ്മളിപ്പോൾ ഒരു പുതിയ മൊബൈൽ എടുക്കുമ്പോൾ അതിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. അതിലെങ്ങനെയാണ് പവർ ഓഫ് ചെയ്യുക എന്നത്. കാരണം പവർ ഓഫ് ഞെക്കുമ്പോൾ അതിൽ വോയിസ് അസിസ്റ്റൻ്റ് ആണ് വരുന്നത്. ആ വോയിസ് അസിസ്റ്റൻ്റ് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ ഡയറക്റ്റ് പവർ ഓൺ ഓഫിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു ഒപ്പോൻ്റെ സെറ്റുണ്ട്. ഇതാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, നമ്മളിപ്പോൾ ഒരു പുതിയ മൊബൈൽ എടുത്തു. ആ പുതിയ മൊബൈൽ എടുത്തിട്ട് എല്ലാ സെറ്റിങ്സുകളും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ പവർ ഓൺ ഓഫ് ആക്കുമ്പോൾ അതിൽ കാണിക്കുന്നത് വോയിസ് അസിസ്റ്റൻ്റ് ആണ്. നമുക്കതിൽ പവർ ഓൺ ഓഫിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല. നമ്മൾ എത്ര അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് പവർ ഓൺ ഓഫിൻ്റെ കാണുന്നില്ല. അതെങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇടും. അപ്പോൾ നമ്മൾ പവർ ബട്ടൺ നമുക്ക് ഡയറക്റ്റ് നമുക്ക് സ്ക്രീനിലേക്ക് കിട്ടണം. അതിന് നമ്മൾ ആദ്യം സെറ്റിങ്സിലോട്ട് പോകുന്നു. നമ്മുടെ മൊബൈലിൽ, പുതിയ മൊബൈലിൽ നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നു. സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ അഡീഷണൽ സെറ്റിങ്സ് പറയുന്ന ഓപ്ഷൻ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പവർ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ആ പവർ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം. ഒന്ന് നമ്മൾ പവർ മെനുവും അല്ല മറ്റേ വോയിസ് അസിസ്റ്റൻ. നമ്മളിപ്പോൾ ഓൾറെഡി വോയിസിലുണ്ടെങ്കിൽ നമുക്കത് പവർ മെനുവിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പവർ മെനുവിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്